ഹായ്, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? നമ്മളും ഒരുവിധം അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ടേ. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അയില മുളകിട്ടതും ചക്കക്കുരും ചെമ്മീനും കറി വെച്ചതാണേ. ചക്കക്കുരു ചെമ്മീനും കറി വെച്ചതെന്ന് പറഞ്ഞാൽ പച്ചത്തേങ്ങ അരച്ചിട്ട് വെച്ചതാണേ, വറുത്തതൊന്നുമല്ല. നമ്മളെങ്ങനെ ചക്കക്കുരും ചെമ്മീനും കറി വെക്കുന്നത് കാണണം. നമുക്കൊന്ന് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് വെറും പച്ചമുളക് മാത്രം ആയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഓരോരാൾ ഓരോരോ രീതിയിലാണല്ലോ കറി വെക്കാറ്. ഞാൻ വെക്കുന്ന കറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 1/4 കിലോ ചെമ്മീനും ഒരു 10-15 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീനും ചക്കക്കുരും നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇപ്പോൾ ചക്ക സീസണായതുകൊണ്ട് എല്ലാ വീട്ടിലും ചക്കക്കുരുവിൻ്റെ കറി, ചക്കക്കുരു വറവ്, ചക്കക്കുരു ഉപ്പേരി തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാകുക. എല്ലാവരും ചക്കക്കുരു മാങ്ങ ഇട്ട് വെക്കുമെന്നല്ല പറയുന്നത് കേൾക്കുന്നല്ലാണ്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അത് പുളിപ്പുണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നില്ല വലിയ ടേസ്റ്റ് ഉണ്ടാവുന്നു. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ വേറൊരു രീതിയിലും കറി ഉണ്ടാക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റാണേ. അങ്ങനെ നമ്മളെ മീനെല്ലാം മുറിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ മുറിച്ച് അതിലൊന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് സാധാരണ നല്ല കട്ടിയുള്ള കുറുകിയ കറി ആർക്കും അത്ര ഇഷ്ടമല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കറി കുറുകിയതല്ലെങ്കിലും രുചി കൂടുതലാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണേ. ചക്കക്കുരു ചെമ്മീനെല്ലാം നന്നായി വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങയും നല്ല ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലവണ്ണം അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ തിളച്ച് വന്നാൽ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വറ്റൽ മുളകും കൂടി ചേർത്ത് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിലേക്ക് കായപ്പൊടിയോ ഉലുവാപ്പൊടിയോ ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഇത് വേറൊരു ടേസ്റ്റാണ്. ഒന്നും വേണ്ട, കൂടുതൽ മസാലയോ ഒന്നും വേണ്ട. നല്ല കളറുമാണ് കാണാൻ. ഞാനുണ്ടാക്കുന്ന കറിക്കൊന്നും കൂടുതൽ ഞാൻ മസാല ചേർക്കാറേ ഇല്ല. അതുകൊണ്ട് ഇതുവരെ നമുക്ക് വയറിനൊരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല മക്കൾക്കൊന്നും. അങ്ങനെ ചെമ്മീനും ചക്കക്കുരുവിൻ്റെ കറി ശരിയായി. ഇനി നമുക്ക് അയില മുളകിടാം. നമ്മളെങ്ങനെ അയില മുളകിട്ടതെന്ന് പറയട്ടെ. ആദ്യം ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കൊച്ചുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. മുളകിട്ടെങ്കിൽ കൊച്ചുള്ളിയാണ് നല്ലത്. പിന്നെ അതും നന്നായി വഴറ്റി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായി വഴറ്റി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുത്തു. പിന്നെ 2 തക്കാളിയും കൂടി ചേർത്ത് വഴറ്റി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. എരിവ് ആർക്കും പറ്റില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തു. അതിനുശേഷം വാളംപുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുത്തത്. കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് നന്നായി വേവിക്കാൻ വെച്ചു. ഗ്യാസിൻ്റെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വിറകടുപ്പിലാണ് ചോറുണ്ടാക്കാറ്. നിങ്ങളുടെ വീട്ടിൽ മാങ്ങയും തേങ്ങയും ചക്കയും ഒക്കെ ഉണ്ടോ? നമ്മളെ വീട്ടിൽ ചക്കയുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ മാങ്ങൻ്റെ മാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതുവരെ മാങ്ങ ഉണ്ടായിട്ടൊന്നുമില്ല. കുറേ വർഷമായി നമ്മൾ മാവൊക്കെ നട്ടിട്ട് ഇതുവരെ മാങ്ങ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് എന്ത് വളമാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു തരണേ. മാവ് പൂക്കാനും കായ്ക്കാനുമുള്ള എന്തെങ്കിലും ഒരു വളം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. ആരും പോയി കളയല്ലേ. എൻ്റെ ചോറൊന്ന് വെന്തോ നോക്കട്ടെ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ ഊറ്റി വെച്ചു. അങ്ങനെ ചോറും കറിയെല്ലാം ഒരുവിധം റെഡിയായി. അപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞിരുന്നു. നല്ല വിശപ്പുണ്ട്. നമ്മളങ്ങനെ ചോറ് കഴിക്കട്ടെ. ആർക്കെങ്കിലും എൻ്റെ ചോറും കറിയും ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നോളൂ, ചോറ് തരാം. അങ്ങനെയെല്ലാം റെഡിയായി. നമുക്ക് നല്ല വിശപ്പുണ്ട്. ചോറ് വിളമ്പുന്നുണ്ട്. കറി കണ്ടിട്ട് ആരും ചിരിക്കണ്ട. കാണും പോലെയല്ല, വളരെ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഇങ്ങനെ വെച്ച് നോക്കണേ. തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി.
അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചക്കക്കുരു കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ നമ്മൾ തൽക്കാലം പോകുന്നു. ടാറ്റ ബൈ ബൈ. ഓക്കെ.